തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കവടിയാർ വാർഡ്. അഭിമാന പോരാട്ടത്തിനായി കോൺഗ്രസ് ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് മുൻ എംഎൽഎയും KPCC ജനറൽ സെക്രട്ടറിയുമായ KS ശബരിനാഥനെയാണ്. കഴിഞ്ഞ തവണ ഈ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വെറും 1 വോട്ടിന് വിജയം നേടിയത് മത്സരത്തിന്റെ രസകരമായ പശ്ചാത്തലമാണ്. ഫലപ്രഖ്യാപനത്തിൽ സംശയം ഉന്നയിച്ച എതിർ സ്ഥാനാർത്ഥികൾ രണ്ടാമതും വോട്ടെണ്ണൽ ആവശ്യപ്പെട്ടു. രണ്ടാമത് എണ്ണിയപ്പോഴും ഭൂരിപക്ഷം മാറിയില്ല. കോർപ്പറേഷനിൽ ഇടതുമുന്നണി ഭരണ തുടർച്ച നേടിയെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-നും BJP-ക്കും ലഭിച്ച വാർഡുകൾ തമ്മിലെ വ്യത്യാസം 4 എണ്ണം മാത്രമാണ്. CPM ഒറ്റയ്ക്ക് നേടിയത് 39 വാർഡുകൾ, BJP നേടിയത് 35 വാർഡുകൾ. 3 മുന്നണികളിലെയും 9 സ്ഥാനാർത്ഥികൾ കടന്നുകൂടിയത് 100-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. ഇക്കുറിയും മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുന്നത് ഈ കണക്കുകളാണ്. മുന്നണിയുടെ ഭാഗ്യമായി മത്സരിച്ച് വിജയിച്ച 52 പേരുടെയും 3 സ്വതന്ത്രരുടെയും പിന്തുണയിലാണ് ഇടതു മുന്നണി 2020-ൽ കോർപ്പറേഷൻ ഭരണം ആരംഭിച്ചത്. ഇതിൽ 75 വാർഡുകളിൽ CPM ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. വെള്ളാർ വാർഡിൽ നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ BJP-യിൽ നിന്ന് CPI വാർഡ് പിടിച്ചെടുത്തതോടെ മുന്നണിയിലെ അംഗബലം 53 ആയെങ്കിലും CPM അംഗങ്ങളുടെ എണ്ണം 39-ൽ നിന്ന് മാറിയില്ല. BDJS ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഏതാനും സീറ്റുകൾ നൽകിയതൊഴിച്ചാൽ 90 വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ഇതിൽ 35 പേർ വിജയിച്ചെങ്കിലും വെള്ളാർ കൈവിട്ടു പോയതോടെ അംഗബലം 34ആയി. പ്രധാന പാർട്ടികളുടെ അംഗബലത്തിലെ നേരിയ വ്യത്യാസമാണ് ഇക്കുറിയും ചർച്ചാ വിഷയം. മുന്നണി സംവിധാനം വഴി ഭരണം നിലനിർത്താമെന്ന് LDF കണക്കുകൂട്ടുമ്പോൾ BJP-യുടെ ശ്രമം ഒറ്റയ്ക്ക് പരമാവധി സീറ്റുകൾ പിടിക്കാനാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറക്കിയതോടെ LDF-നെയും BJP-യെയും ഞെട്ടിക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതേസമയം ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ച 3-ഉം BJP-യുടെ 4-ഉം UDF-ന്റെ 2-ഉം സ്ഥാനാർത്ഥികൾ വിജയിച്ചത് 100-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. LDF വിജയിച്ച ഞാണ്ടൂർ കോണം, കുടപ്പനക്കുന്ന്, വലിയശാല വാർഡുകളും BJP വിജയിച്ച ചെല്ലമംഗലം, നേമം, കാലടി, തിരുവല്ലം വാർഡുകളുമാണ് നേരിയ ഭൂരിപക്ഷത്തിൽ പാർട്ടികൾ നേടിയത്. ആക്കുളത്ത് 35 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം. എന്തായാലും മുന്നണികൾക്കിടയിലെ സീറ്റ് വ്യത്യാസം ചെറുതായതിനാൽ ഏതാനും വോട്ടുകൾ പോലും ഫലത്തെ നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട്. മുൻ തെരഞ്ഞെടുപ്പിൽ നിരവധി വാർഡുകളിൽ 100-ൽ താഴെ വോട്ടുകൾക്കാണ് വിജയം ലഭിച്ചതെന്നതും ആവേശം കൂട്ടുന്ന ഘടകമാണ്. മുന്നണികൾ അഭിമാന പോരാട്ടമായി കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് നഗരത്തിന്റെ ഭരണഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കും.